കേരളത്തിൽ ബി ജെ പിയിലേക്ക് പെട്ടെന്ന് മാറിയ ബ്യൂറോക്രാറ്റ്സിനെ ഓർമ്മയുണ്ടോ? വലിയ വന്ധ്യവയോധികരായ നമ്മൾ ഗംഭീര കക്ഷിയാണ് നിന്ന് ബാബു പോൾ സാർ അടക്കമുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് പോയി. പെട്ടെന്ന് ഒരു ദിവസം ഇരുട്ടി വിളക്കും ഇവരൊക്കെ ബി ജെ പി ആവുകയാണ്. ബ്യൂറോക്രാറ്റ്സ്. അതേ ബ്യൂറോക്രാറ്റിക് മനസ്സുള്ള ഡൽഹിയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് പെട്ടിയുമായി UN ഇലക്ഷനിൽ തോറ്റ് തിരിച്ചു വന്ന ഒരു ബ്യൂറോക്രാറ്റാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹം ചെന്ന് കയറിയത് കോൺഗ്രസ്സിലാണ്. കാരണം അന്ന് കോൺഗ്രസ്സിലായിരുന്നു. ഇപ്പോൾ ഇന്ന് ബി ജെ പിയുടെ കാലത്താണ് അദ്ദേഹം വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ശശി തരൂർ ബി ജെ പിക്കാരനായനെ. അപ്പോൾ ആ ബ്യൂറോക്രാറ്റിക് മനസ്സുള്ള ശരിക്കും ഒരു ബ്യൂറോക്രാറ്റായ ശശി തരൂർ ഇപ്പോൾ കപ്പൽ മുങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ കപ്പൽ മുങ്ങി തീരാൻ പോവുകയാണ് എന്ന് പ്രതീക്ഷിക്കുകയും എന്ന് കരുതുകയും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ശശി തരൂരിനെ പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവിന് അങ്ങനെ പെട്ടെന്ന് ബി ജെ പിയിൽ പോകാനാവില്ല. അപ്പോൾ പരമാവധി മോദിയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെ കോൺഗ്രസിന് അലോസരം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തൊരു നടപടി ഉണ്ടാകുമെന്ന് തരൂർ വിചാരിച്ചു. ആ വിചാരം കറക്റ്റായിരുന്നു. കാരണം ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പുള്ള ശശി തരൂരിൻ്റെ ഈ പുകഴ്ത്തലിനോട് ആദ്യമായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ശക്തമായി പ്രതികരിച്ചു. 2 കോൺഗ്രസിൻ്റെ വക്താക്കൾ പ്രതികരിച്ചു. അതിന് ഒരാഴ്ച മുമ്പുള്ള കുടുംബാധിപത്യത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പ്രതികരിച്ചു. അങ്ങനെ കൺട്രോൾ പോയ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ കൂടിയുണ്ട്. അന്ന് മുതൽ നമ്മൾ കാണുന്നതാണ് ബി ജെ പിയുടെ ആളുകൾ അതിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ശശി തരൂരും കോൺഗ്രസ് തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ട്വീറ്റുകളൊക്കെ ഇട്ട് അതിനുള്ള കൗണ്ടർ പ്രതികരണങ്ങളൊക്കെ നടത്തി ഇതിങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.